ആദിൽ എന്ന് ജാഗ്വാർസ് എഫ്സിക്ക് വേണ്ടി കളത്തിലിറങ്ങുമോ? ആകാംക്ഷയിലാണ് കാണികൾ. ചെറുമാതല്ല ബോട്ട് വേറുണ്ടായില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ മതി കേട്ടെ. ഫോട്ടോ ഷൂട്ട് ഉണ്ട് നമ്മളെ പയ്യന്. അതിന് ക്യാമറ വെച്ച് ദോഷ 21 ഒരാഫ് ഓടും. അത് മതി. ഈ സൈഡിൽ നിന്ന് കളിക്കാൻ പറ. ഇരുന്നിട്ടാ കേട്ടാ നടു വെള്ളമായി. ഫ്രസ്ട്രേഷനൊക്കെ അപ്പുറത്തിരുന്ന ഇതാണ് നമ്മളെ റഫറി. ബാരിസ് പ്രഡിക്ഷൻ സഭാ പറ. നമുക്കൊരു പ്രഡിക്ഷൻ ഒരു ഇതും വെച്ചാലോ? നാളെ ഇടാം. മത്സരത്തിന്റെ ലൈനപ്പിലേക്ക് വരാം. ജാഗ്വാർസ് എഫ്സിയുടെ ഗോൾ കീപ്പർ അൽ ആരിഫ്, സെന്റർ ബാക്ക് അബ്ദുള്ള, റൈറ്റ് ബാക്ക് റൂവൈസ്, ലെഫ്റ്റ് ബാക്ക് തൽഹദ്. നിരയിലേക്ക് വരുമ്പോൾ മിഡ്ഫീൽഡ് അബി, ലെഫ്റ്റ് വിംഗ് ഫോർവേഡ് റാസിഖ്, റൈറ്റ് വിംഗ് ഫോർവേഡ് ഫാരിസ്, മുത്തഫാരിസ്. സ്ട്രൈക്കിംഗ് സെക്ഷയുടെ ലൈനപ്പിലേക്ക് വരുമ്പോൾ ഗോൾ ബാറിന് താഴെ ഗോൾ കീപ്പർ സാബിർ, സ്റ്റോപ്പർ ബാക്ക് ജസീർ, യക്കീൽ, സെന്റർ ബാക്ക് റൈറ്റ് ബാക്ക് ബാസിൽ, മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ ഫൈസി, ഇർഫാൻ. നീ വിളി. നിങ്ങളിവിടെ ഫോൺ തന്നിട്ട് പോ. നിങ്ങളൊന്നും ചെയ്യില്ല. അല്ല ലിസ്റ്റ് തരുമ്പോൾ കൃത്യമായ ലിസ്റ്റ് കമന്ററി ബോക്സിൽ തരിക. ഫസ്റ്റ് 7 മിസ്റ്റേക്ക് ഉണ്ട്. PSSL കമ്മിറ്റി ശ്രദ്ധിക്കുക. ലൈവ് തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. നടുവെള്ളമായി പിടിക്കൂ. അടുക്കരുന്ന് പിടിച്ചാ. അല്ല നീ മണ്ടത്തരം കാണിക്കില്ല. ക്യാമറ തന്നെ നോക്കിയിട്ട് ഓടി വേണ്ടി. മുന്നേറ്റ നിരയിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കിംഗ് സെക്ഷൻ ഫൈസി, ബയാസ്, ഷിഹാൻ. പിന്നെ ഡിഫൻസീവ് യക്കീൽ, ഇജാസ്, ഇർഫാൻ. യക്കീലിന്റെ ഒരു ഷോട്ട് പക്ഷേ അൽ ആരിഫിന്റെ കൈകളിൽ കൃത്യമായി അൽ ആരിഫിന്റെ ഒരു ലോങ് ത്രോ, പക്ഷേ ഇജാസിന്റെ ഹെഡർ ക്ലിയറൻസ്. റാസിഖിന്റെ മുന്നേറ്റത്തിനായുള്ള ഒരു ശ്രമം കൃത്യമായി ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഷിഹാദ് പക്ഷെ അതൊരു ത്രോയിനായി കലാശിക്കുന്നു.
ജാഗുവേഴ്സ് എഫ് സിക്ക് അനുകൂലമായ ഒരു ത്രോയിൻ. റാസിക്കിനെ കണ്ടെത്താനുള്ള ശ്രമം, പക്ഷേ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. സ്കൈ കിങ്സ് എഫ് സിക്ക് അനുകൂലമായ ഒരു ത്രോയിൻ. അല്ലാരിഫിന്റെ കൈകളിൽ ഭദ്രമായി എത്തുന്നു. അബ്ദുള്ളയിൽ നിന്ന് റുവൈസിൽ നിന്ന് ഫാരിസിലേക്ക്. പക്ഷെ ബയാസ് പന്ത് പിടിച്ചെടുത്തൊരു മുന്നേറ്റത്തിനുള്ള ശ്രമം, പക്ഷെ അബിയുടെ കൃത്യമായ ഇടപെടൽ. പന്ത് ഇജാസിലേക്ക്. ഇജാസിൽ നിന്നും ഒരു ഹൈബോൾ. ഷിഹാനെ കണ്ടെത്താനുള്ള ശ്രമം, പക്ഷെ പരാജയപ്പെടുന്നു. ഗോൾ കീപ്പർ അല്ലാരിഫിന്റെ കൈകളിൽ ഭദ്രമായി എത്തിച്ചേരുന്നു. അബ്ദുള്ളയിൽ നിന്നും റാസിക്കിനെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു, പക്ഷെ പരാജയപ്പെടുന്നു. പന്ത് സ്കൈ കിങ്സ് എഫ് സിയുടെ ഇജാസിന്റെ കൈകളിലേക്ക് എത്തിച്ചേരുന്നു. ഒരു മിസ്പാസ് അക്കീലിന്റെ ഭാഗത്ത് നിന്നും. നല്ലൊരു അവസരമാണ് സ്കൈ കിങ്സ് ജാഗുവേഴ്സ് എഫ് സിക്ക് ലഭിച്ചത്, പക്ഷേ അവസരം മുതലാക്കാൻ സാധിക്കുന്നില്ല. ഒരു ഫൗളാണ് റഫറി വിധിച്ചിരിക്കുന്നത്. ജാഗുവേഴ്സ് എഫ് സിക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. ഫ്രീ കിക്കിനായി തയ്യാറാകുന്നു റാസിഖ്. അബി റാസിഖിന്റെ ഒരു ഡയറക്റ്റ് പോസ്റ്റിലേക്കുള്ള ഒരു ശ്രമമായിരുന്നു, പക്ഷേ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. യക്കീലിന്റെ കൃത്യമായ ബ്ലോക്ക്. ഇർഫാനിൽ നിന്നും നല്ലൊരു പാസ്. ഷിഹാനെ കണ്ടെത്താൻ നല്ലൊരു ത്രൂ ബോൾ ആയിരുന്നു, പക്ഷേ തൽഹത്തിന്റെ ഭാഗത്ത് നിന്നും കൃത്യമായ ക്ലിയറൻസ്. ഒരു കോർണർ കിക്കായി കലാശിക്കുന്നു. കോർണർ കിക്ക് ടേക്കൻ ബൈ ബയാസ്. ഈ മത്സരത്തിലെ തന്നെ ആദ്യ കോർണർ കിക്ക് സ്കൈ കിങ്സ് എഫ് സിക്ക് അനുകൂലമായി. ഈ മത്സരത്തിൽ ഹൈബോളുകളുടെ രാജാവ് ഒരൊറ്റ പേര് യക്കീൽ. ഹൈബോളുകൾ യക്കീലിനെതിരെ കളിക്കുന്ന ഏത് ടീമും ഭയക്കും. ഹൈബോളുകൾ യക്കീലിനെതിരെ ആ തലയും കടന്നൊരു പന്ത് പോവുകയില്ല. ഈ മത്സരത്തിൽ മുൻതൂക്കം സ്കൈ കിങ്സ് എഫ് സിക്ക് നൽകുന്നത് ഇജാസിന്റെയും യക്കീലിന്റെയും ഹൈബോൾ കളിക്കാനുള്ള അവരുടെ സാമർഥ്യം തന്നെയാണ്. തൽഹത്തിന്റെ ഹെഡർ ക്ലിയറൻസ്. പന്ത് പിടിച്ചെടുക്കുന്ന ഇർഫാൻ ഒരു ഷോട്ടിനായി ശ്രമിക്കുന്നു, പക്ഷെ അലക്ഷ്യമായി പുറത്തേക്ക്. കുറച്ച് യക്കീലിന്റെ ഹെഡർ ക്ലിയറൻസ്. തൽഹത്തിന്റെ ത്രോയിൻ. മുത്ത് ഫാരിസിലേക്ക്. വീണ്ടും ഫാരിസിലേക്ക്. പന്ത് കൈക്കലാക്കുന്നു യക്കീൽ. അബിയുടെ ഒരു മൈനസ് പാസ് ടു സ്റ്റോപ്പർ ബാക്ക് അബ്ദുള്ളയുടെ ഒരു ലോങ് ബോൾ, പക്ഷെ അതൊരു ഓഫ് സൈഡായി മാറുന്നു. അബ്ദുള്ളയുടെ നല്ലൊരു പാസ് ആയിരുന്നു, പക്ഷെ അതൊരു ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കുന്നു റാസിഖ്. ഇർഫാൻ. അബ്ദുള്ളയുടെ ഒരു മിസ് പാസ്. പിടിച്ചെടുത്ത ഷിഹാൻ, പക്ഷെ കൃത്യമായ ഒരു ടാക്കിലൂടെ ഒരു കോർണർ കിക്കായത് മാറുന്നു. അബ്ദുള്ളയുടെ ഒരു കൃത്യമായ ഇന്റർസെപ്ഷൻ. ഒരു കോർണർ കിക്കായി കലാശിക്കുന്നു സ്കൈ കിങ്സ് എഫ് സിക്ക് അനുകൂലമായി. അതൊരു ഗോൾ കിക്കായി മാറുന്നു. അബ്ദുള്ളയുടെ ലോങ് കിക്ക് ഫാരിസിനെ ലക്ഷ്യം വെക്കുന്നു.
പക്ഷെ അതൊരു ഫൗളായി മാറുന്നു. ഇജാസിനെ പുഷ് ചെയ്തതിനൊരു ഫ്രീ കിക്ക് വിധിക്കുന്ന സ്കൈ കിങ്സ് FC അനുകൂലമായി. ഇജാസിന്റെ ഒരു ലോങ് ബോൾ ഷിഹാനെ കണ്ടെത്താനുള്ള ശ്രമം പരാജയപ്പെടുന്നു. ഒരു ഗോൾ കിക്കായി മാറുന്നു. അബ്ദുള്ളയിൽ നിന്നും ഫാരിസിൽ നിന്നും റാസിഖ്, വീണ്ടും ഫാരിസിലേക്കുള്ള പക്ഷേ അതൊരു ബയാസിന്റെ ക്ലിയറൻസ് ഒരു ത്രോ ഇന്നായി മാറുന്നു. ത്രോ ഇൻ പോസ്റ്റ് അബിയിലേക്ക് പന്ത് ഒരു ഫൗളാണ് അവിടെ വിധിച്ചിരിക്കുന്നത് റഫറി. ഫൈസിയെ ഫൗൾ ചെയ്തതിന് സ്കൈ കിങ്സ് FC അനുകൂലമായ ഒരു ഫ്രീ കിക്ക്. ഫ്രീ കിക്ക് ടേക്കൻ ബൈ ഇജാസ്. ഷിഹാനെ കണ്ടെത്താനുള്ള ശ്രമമാണ്, പക്ഷേ കൃത്യമായി ക്ലിയർ ചെയ്യപ്പെടുന്നു. അവിടെ ഒരു ഹാൻഡ് ബോൾ വിധിക്കുന്നു റഫറി. സ്കൈ കിങ്സ് FC അനുകൂലമായ ഒരു ഫ്രീ കിക്കിനായി തയ്യാറാകുന്നു അവരുടെ ക്യാപ്റ്റൻ ഇർഫാൻ. പക്ഷേ കൃത്യമായി വാളിൽ തട്ടി അകലുന്ന കാഴ്ച. അൽ ആരിഫിന്റെ കൈകളിൽ. അബ്ദുള്ളയിൽ നിന്ന് ഫാരിസിൽ നിന്ന് വീണ്ടും റുവൈസ്, വീണ്ടും അബ്ദുള്ള. ഫാരിസിന്റെ നല്ലൊരു ഡ്രിബ്ലിംഗ്, റാസിഖിന്റെ നല്ലൊരു ശ്രമം, പക്ഷേ കൃത്യമായി സേവ് ചെയ്യപ്പെടുന്നു. സാബിർ, സ്കൈ കിങ്സ് FC ഗോൾ കീപ്പർ സാബിറിന്റെ മികച്ച സേവ്. ജാഗ്വാർസ് FC മുന്നേറ്റം റാസിഖിന്റെ ഭാഗത്തു നിന്നും ഫാരിസിന്റെ മികച്ച ഒരു ഡ്രിബ്ലിംഗിലൂടെ മുന്നേറ്റം. പക്ഷേ അവിടെ സാബിറിന്റെ മികച്ച ഒരു സേവ്, ഒരു ഫൗൾ ത്രോയി കലാശിക്കുന്നു ഇവിടെ. നബിയുടെ ക്ലിയറൻസ്. അബ്ദുള്ളയുടെ ക്ലിയറൻസ് സാബിറിന്റെ കൈകളിലേക്ക്. ഗോൾ കീപ്പർ സാബിറിൽ നിന്നും ഇർഫാന്റെ ഒരു ലോങ് ബോൾ, ഒരു കോർണർ കിക്കായി കലാശിക്കുന്നു. സ്കൈ കിങ്സ് FC അനുകൂലമായ ഒരു കോർണർ കിക്ക്. പിടി 30 ഒരു സ്കൈ കിങ്സ് FC അനുകൂലമായി. ഇർഫാന്റെ ഒരു ക്രോസ്, പക്ഷേ അതൊരു ത്രോ ഇന്നായി കലാശിക്കുന്നു. റുവൈസിൽ നിന്നും അബ്ദുള്ളയുടെ നിന്നും പക്ഷേ അത് ഫൈസി പിടിച്ചെടുക്കുന്നു. ഫൈസിയുടെ ഒരു മുന്നേറ്റം, പക്ഷേ കൃത്യമായി ബ്ലോക്ക് ചെയ്യുന്നു അബ്ദുള്ള. ഒരു ത്രോയിനിൽ കലാശിക്കുന്നു. സ്കൈ കിങ്സ് FC അനുകൂലമായ ഒരു ത്രോയിൻ ഫൈസിയിലേക്ക്. ഫൈസിയുടെ മുന്നേറ്റത്തിനുള്ള ശ്രമം, പക്ഷേ കൃത്യമായി അവിടെ ഇടപെടൽ നടത്തുന്നു. അബ്ദുള്ളയുടെ ഒരു ലോങ് ബോൾ റാസിഖിലേക്ക്. സ്കോർ 0-0. പക്ഷെ അതൊരു ഗോൾ കിക്കായി. അതൊരു ഓഫ് സൈഡായി കലാശിക്കുന്നു. ആദ്യ പകുതി പുരോഗമിക്കുന്നു.
ഗോൾ രഹിതമായി തുടരുന്നു. ഇജാസിൽ നിന്ന് ഫൈസിയുടെ മനോഹരമായൊരു ഷോട്ട്, പക്ഷേ അത് ക്രോസ് ബാറിൽ തട്ടി അകലുന്ന കാഴ്ച. വേണ്ട അനുകൂലമായ ഒരു കോർണർ കിക്ക്. കോർണർ കിക്ക് ഇർഫാൻ ഒരു ത്രോയിനായി കലാശിക്കുന്നു. സ്കൈ കിങ്സ് എഫ് അനുകൂലമായ ഒരു ത്രോയിൻ.